കൊച്ചി നെടുമ്പാശ്ശേരിയിൽ റോഡിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ കാറിടിച്ചു കൊന്നു. മരിച്ചത് അങ്കമാലി സ്വദേശി ഐവിൻ ജിയോ. ഇടിച്ച ശേഷം കാർ യുവാവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 CISF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി സാരംഗുണ്ട്. സാരംഗ്, ആദ്യം യുവാവ് കാറിടിച്ചു മരിച്ചു എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. പിന്നീടാണ് അതൊരു കൊലപാതകം എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങിയതും, അല്ലേ? തീർച്ചയായും ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ഒരു യുവാവിനെയാണ് ഇത്തരത്തിൽ ദാരുണമായ രീതിയിൽ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വാഹനവും അതുപോലെ തന്നെ ഇയാൾ പരിക്കേറ്റ് വീണ അല്ലെങ്കിൽ മരിച്ചു കിടന്ന സ്ഥലവും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ സംഭവം. ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. ഈ എവിൻ ജിജോ എന്ന യുവാവാണ് മരണപ്പെട്ടത്. ഈ എവിൻ സഞ്ചരിച്ചിരുന്ന കാർ ഇത്തരത്തിൽ ഈ നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഈ കപ്പേള റോഡിന് സമീപത്ത് വെച്ച് ഈ CISF ജവാന്മാരുടെ വാഹനമുണ്ടായിരുന്നു. ഇവരും തമ്മിലും ഇത്തരത്തിൽ ഒരു സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് 2 വാഹനങ്ങളും തമ്മിൽ സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുകയും ഇതിനുശേഷം ഐവിൻ ഇത്തരത്തിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഈ CISF ജവാന്മാരുടെ വാഹനത്തിന് നേരെ വന്നു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഇത്തരത്തിൽ തർക്കമുണ്ടാകുകയും ഈ തർക്കത്തിനൊടുവിൽ ഈ ഐവിനെ ഇത്തരത്തിൽ ഈ വാഹനം ഇടിപ്പിച്ച്, അതായത് ഈ കാറിനെ ഇടിപ്പിച്ച് ഈ കാറിന്റെ ബോണറ്റിലിരുത്തി ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തോളം വലിച്ചിഴക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ തന്നെ വെച്ച് ഐവി മരണപ്പെട്ടു. അതിനുശേഷം ആ സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓടിക്കൂടുകയും സംഭവം പരിശോധിക്കുകയും ചെയ്തു. 2 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ കാറിനകത്തുണ്ടായിരുന്നത്. ഇവരാണ് ഇത്തരത്തിൽ ഈ ഐവിൻ ജിജോ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തോളം ഇത്തരത്തിൽ വാഹനത്തിൽ ജിജോയെ ബോണറ്റിലിരുത്തി ജിജോയെ വലിച്ചിഴച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സംഭവ സമയത്ത് തന്നെ ഇന്നലെ നാട്ടുകാരൊക്കെ കൂടിയിരുന്നു. ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ 2 പേരെയാണ് ഈ ISF ജവാന്മാരെ കണ്ടെത്തിയത്. ഇവർ വരുന്ന വഴിയിലായിരുന്നു, നെടുമ്പാശ്ശേരിക്ക് വരുന്ന വഴിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എവിൻ ജിജോ എന്ന് പറയുന്ന യുവാവ് ഇത്തരത്തിൽ ജോലി കഴിഞ്ഞൊരു സ്വകാര്യ ഹോട്ടലിലെ ഷെഫായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ ജോലി ചെയ്ത് കഴിഞ്ഞു വരുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വലിയ ശബ്ദം തന്നെ കേട്ടിട്ടാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഈ ഒരു സംഭവം അറിയുന്നത്. ഓടിക്കൂടി നാട്ടുകാർ കാണുന്ന ഇത്തരത്തിൽ എവിൻ ജിജോ വാഹനത്തിന് താഴെ കിടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ 2 ഉദ്യോഗസ്ഥർ ഈ സംഭവ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇവരെ പോലീസ് പിടികൂടിയത്. 2 പേരും CISF ജവാന്മാരാണ്. ഈ ഭാഗത്ത്, അതായത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഭാഗത്തുള്ള ഈ കപ്പേള റോഡിന് ഭാഗത്ത് നിരവധി ഇത്തരത്തിലുള്ള CISF ജവാന്മാർ താമസിക്കുന്നുണ്ട്, വാടകയ്ക്കും മറ്റും താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു ഏരിയ ഈ ഭാഗത്തുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് നടന്നത്. ഈ ഭാഗത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് കാറിന് ഇടിച്ച് ഈ ബോണറ്റിൽ ഇരുത്തിയായിരുന്നു ഇത്തരത്തിൽ 1 കിലോമീറ്ററിന് താഴെ ഈ ജിജോയെ കൊണ്ടുവരുന്നത്. സംഭവ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഇവരിരുവരും 2 പേരും, അതായത് 2 ഉദ്യോഗസ്ഥരും ആ സമയത്ത് തന്നെ സ്ഥലം വിട്ടു. ആ വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവരെ വിട്ടത്. നാട്ടുകാർ ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇവർ ആ സമയം തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. 2 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. അതിലൊരു CSF ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഇത്തരത്തിൽ ജിജോ മരണപ്പെട്ട ജിജോ അങ്കമാലി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം, ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജിജോയെ ഏതാണ്ട് 1 കിലോമീറ്ററോളം റൂട്ടിലൂടെ, ടാറിട്ട റൂട്ടിലൂടെ വലിച്ചിഴക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഈ കാർ സഞ്ചരിച്ചതിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ടതിൻ്റെ ഒക്കെ പാടുകളും കാണാൻ കഴിയും. ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ ഇത്രത്തോളം ജിജോയെ വലിച്ചിഴച്ച ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ 2 ജവാന്മാർ ആ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും വളരെ ദാരുണമായ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൈശാചികമായ ഒരു സംഭവമായി പോയത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ ഈ 2 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. സാരംഗ്, ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇടിച്ച ശേഷം കാർ യുവാവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ CISF ഉദ്യോഗസ്ഥർ ഈ ഐവിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം അവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ശ്രമം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഏതാണ്ട് 1 കിലോമീറ്ററോളമാണ് ഇത്തരത്തിൽ ഐവിനെ വലിച്ചിഴച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കാം എന്നുള്ള ധാരണ കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ 2 ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ സ്ഥലം വിടുന്നത്. നാട്ടുകാർ ഈ ശബ്ദം കേട്ട് ഓടിക്കൂടിയ സമയത്ത് തന്നെ ഇവർ സ്ഥലം വിട്ടു. അതിനുശേഷമാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അതിൽ ഒരു CSF ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പരിക്കുകളുള്ളത് കാരണം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ
ഈ എവിനെ ഈ രണ്ട് സംഘം ചേർന്ന് അല്ലെങ്കിൽ രണ്ടുപേർ ഇത്തരത്തിൽ ദാരുണമായി അല്ലെങ്കിൽ പൈശാചികമായി വെറും ഒരു തർക്കത്തിന്റെ പേരിൽ, അതായത് നമ്മൾ അറിയാം പലപ്പോഴും ഇത്തരത്തിൽ റോഡുകളിലൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായ തർക്കങ്ങളാണ്. സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞുള്ള തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരാറുള്ളതാണ്. അത്തരത്തിലൊരു തർക്കത്തെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ അതൊരു വൈരാഗ്യമാക്കി തീർത്ത് ഇത്തരത്തിലൊരു യുവാവിന്റെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദാരുണമായ സംഭവം തന്നെയാണ്.